ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 3 തരം സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന പലഹാരങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതിനു മുൻപ് ഒരുപാട് പോള റെസിപ്പീസ് വെറൈറ്റി ആയിട്ടുള്ള ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പീസ് ഇഷ്ടാവുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് തരണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ചിക്കൻ ലോലിപോപ്പിന്റെ തന്നെ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സ്നാക്സിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കണം. അതിന് മുൻപായിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തത്. ബോൺലെസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊന്ന് പിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതൊന്ന് പിച്ചെടുക്കട്ടെ. അത് പിച്ചെടുത്തതിന് ശേഷം കണ്ട അതിനൊരു വൈറ്റ് പാർട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ വേവിച്ച് അതിലോട്ട് കുറച്ച് ഗ്രേവി ഉണ്ടാവുമല്ലോ, അതിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. നല്ല വലുതാണെങ്കിൽ 2 എണ്ണം കണ്ട് മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു 3-4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടെ ഇട്ടിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ അതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതാക്കി നീളത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, നേരത്തെ മാറ്റി വെച്ചത്, അത് നന്നായിട്ട് അതിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയോ മല്ലിയിലയോ, ഞാനിപ്പോൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തത്. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ആ പൊടികളൊക്കെ ആ ഫ്ലേവറൊക്കെ അതിൽ പിടിച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ ഉടച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. മസാലയുടെ എളുപ്പം കഴിയുന്ന മസാലയാണ്, എളുപ്പം കഴിയുന്ന സ്നാക്സും കേട്ടോ. നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് കുറേ ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാം. ഇനിയിപ്പോൾ റമദാനിലൊക്കെ നമുക്ക് എളുപ്പം പണി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഒരു സ്നാക്സിന് 2 ബ്രെഡ് പീസസ് വേണം കേട്ടോ. അപ്പോൾ അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് എത്രയാണോ സ്നാക്സ് റെഡിയാക്കേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡ് പീസസ് എടുക്കുക. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പം മെഷർമെൻറ്റ് കപ്പില്ലേ അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പുണ്ടാവുമല്ലോ, അത് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി, ഒന്ന് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേങ്കിലേ ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴേക്ക് ഇത് കുറച്ച് വലിപ്പം തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ചെറുത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തതുകൊണ്ട് ഇതേ വലിപ്പത്തിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു അടപ്പുണ്ടായിരുന്നു, അടപ്പല്ല, ഒരു ചെറിയൊരു പാത്രം, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് അതാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സ് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് നല്ലതെന്ന്. അങ്ങനെ ഞാൻ ചെറുത് കൊണ്ട് തന്നെയാണ് പിന്നെ മുഴുവനും ചെയ്തെടുത്തത്. അപ്പോൾ ബാക്കി മുഴുവൻ ഇതുപോലെ ചെയ്യട്ടെ. അപ്പോൾ ഇതാ മുഴുവൻ ബ്രെഡ് പീസസും കൊണ്ട് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പമുള്ള അടപ്പ് കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ ബാക്കി വന്ന ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഞാൻ കളയുന്നില്ല കേട്ടോ. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് എന്തായാലും ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞാനൊരു ഡൈൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്, അതിലുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഷോർട്സിലുണ്ട്. ഏതാ നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞാൽ മതി. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഒന്ന് ചാനൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പം പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കും. അതിൽ ഫ്ലേവർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ സാധാരണ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കൂടുതലായിട്ട് വല്ലാണ്ട് പതപ്പിച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ആ ക്രഷ്ഡ് ചില്ലിയൊക്കെ ഒന്ന് മിക്സായി വരാം, അത്രേ വേണ്ടു. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതാ ബ്രെഡ് ക്രംസും ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചാനലൊന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ ഫുൾ വീഡിയോ കിട്ടും കേട്ടോ. ഇതുപോലുള്ള കുറച്ച് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. കാണാനുള്ള ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ്, ഓപ്ഷനില്ല കേട്ടോ. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതാ ഈ ഓരോ ബ്രെഡ് പീസസിലും ഇതുപോലെ മുട്ട ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മസാലയിൽ നിന്ന് കുറച്ചെടുക്കുക, കൂടുതലല്ല. എന്നിട്ട് എടുത്തിട്ട് അതൊന്ന് അതിലോട്ടൊന്ന് പതിപ്പിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റിക്ക് അതിങ്ങനെ പതിപ്പിച്ച് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ സ്റ്റിക്ക് വെക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് മസാല വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്ന് ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ.
ശരിക്കും ഈ സ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ കാണാനുള്ള ഒരു ഭംഗിക്കും ഒരു പാർട്ടിയിലൊക്കെ നമുക്കിങ്ങനെ വെച്ച് വെക്കുമ്പോൾ നമ്മളിങ്ങനെ ചിക്കൻ ലോലിപ്പോപ്പൊക്കെ പോലെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം ഉണ്ടാവും. പിന്നെ നമുക്കും തന്നെ അത് കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. അപ്പോൾ അതിന് വേണ്ടി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ വേറെ ഉപകാരം ഉണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്നിട്ട് ഇനി ഇതിൻ്റെ ആ സൈഡ് വശത്ത് കുറച്ചുകൂടെ അതിൻ്റെ മേലെയും താഴെയൊക്കെ നന്നായിട്ട് ആ മുട്ടയുടെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് വശം നന്നായിട്ട് സീൽഡ് ചെയ്തെടുക്കുക. സീൽഡ് ചെയ്തതിന് ശേഷം ഈ മുട്ടയിലോട്ട് ഞാൻ വീണ്ടും ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ കൈ തട്ടാതെ നമുക്കതിൽ നിന്ന് അതിനത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ അത് പിന്നെ കുറച്ച് കുഴിയുള്ള പാത്രം ആയതുകൊണ്ടാണ് പിന്നെ അതിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ മുട്ടയും അത്രയൊന്നും ഇല്ലല്ലോ, 2 മുട്ടയല്ലേ ഉള്ളൂ, അതുകൊണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ കട്ട്ലറ്റൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നില്ലേ ബ്രെഡ് ക്രംസിലും റസ്ക് പൊടിയിലൊക്കെ, അതുപോലെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്ക് പൊടിയും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ എടുക്കാം കേട്ടോ. കോൺഫ്ലക്സ് ഉണ്ടെങ്കിൽ കോൺഫ്ലക്സ് എടുക്കുക, എന്തായാലും കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലക്സ് ഒന്ന് കൈവച്ചൊന്ന് പൊടിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ബ്രെഡ് ക്രംസ് ബ്രെഡ് പീസസ് വേസ്റ്റ് ആകുന്നതിന് ഞാൻ അധികവും ഇങ്ങനെയാണ് ചെയ്യാറ്. എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഞാൻ അതിനൊന്ന് അധികവും ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് നമ്മൾ എടുക്കാമെന്ന്. ഇതിപ്പോൾ തന്നെ ആവശ്യം വന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഒരെണ്ണം ഞാനിപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് ഒന്ന് അതിലേക്ക് ഡിപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ മുഴുവനും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങളൊരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലുണ്ടല്ലോ കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ നമുക്ക് പിന്നെ ഒരു പരിപാടിക്കൊക്കെ അല്ലെങ്കിൽ ഒരു നോമ്പ് തുറയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സ്നാക്സ് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അതേ തണുപ്പോട് കൂടിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കരുത്, കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ അതേ കണക്ക് അതിങ്ങ് കോരി മാറ്റാം. ബ്രെഡിൻ്റെതായതുകൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ. നമുക്ക് തോന്നില്ല എണ്ണയൊക്കെ കുടിക്കുന്നില്ല, പക്ഷേങ്കിൽ അധികം എണ്ണയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇതെന്തായാലും ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിന് കോമ്പിനേഷൻ ബെസ്റ്റ് മയോണൈസ് ആയിരുന്നു, പക്ഷേങ്കിൽ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് കയ്യിൽ എൻ്റെ അടുത്ത് ടൊമാറ്റോ കെച്ചപ്പായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ മയോണൈസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബ്രെഡും ചിക്കനൊക്കെ കൂടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതുപോലെ കെച്ചപ്പോ മയോണൈസോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലും ഈസി ആയിട്ടുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്ന സ്നാക്സ് റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 450 ഗ്രാമോളം ചിക്കന്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, അതുപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കനിലോട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഒരു 1 ഹവറെങ്കിലും മാക്സിമം നിങ്ങളിത് ഈ പൊടികളൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. എന്നാലത് നന്നായിട്ട് ആ പൊടികളൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇനി ഒരു ബാറ്റർ തയ്യാറാക്കണം. 2 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 പച്ചമുളകും കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് പച്ചമുളക് മല്ലിയിലൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം അരച്ചെടുത്തത്. ഇനി 250 ml കപ്പിൽ മൈദപ്പൊടി 2 കപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആദ്യം അരച്ചെടുത്തതിന് ശേഷം നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലെ ആ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആവശ്യമായ ഓയിൽ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോഴേക്ക് ചിക്കനിൽ നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് വെച്ചതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു 1 അവറെങ്കിലും വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് കോള് ഒന്ന് കത്തിച്ച് നമുക്കൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാനാണ്. ഇനി ഇതിലോട്ട് കത്തിച്ച് വെച്ചാൽ ആ കോളിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ടക്കരിയില്ലേ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്മോക്കി എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ആ ഒരു സ്മോക്കൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനുള്ളതിന്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം, തണുത്ത് വരട്ടെ. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതേ എണ്ണയിൽ തന്നെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടറിന് പകരം നിങ്ങൾക്ക് സാധാരണ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു ചെറിയൊരു ക്യാരറ്റ്, വലുതല്ല ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. 2 വലിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്ലാണ്ട് വയൻ്റെ കൂടെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും എല്ലാം 1/4 ടീസ്പൂൺ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്ക് ചിക്കൻ തണുത്തതിന് ശേഷം ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ, അതുകൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മല്ലിയില ഉള്ളതുകൊണ്ട് മല്ലിയില ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ആ ചിക്കനിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ സ്മോക്കി എഫക്റ്റ് കൊടുത്തതുകൊണ്ട് തന്നെ. ഇനി മസാല തണുത്ത് വരുമ്പോഴേക്ക് ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഉപ്പും മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ ഒന്ന് മിക്സ് ആയാൽ മതി. അധികം അങ്ങ് നമ്മൾ പതപ്പിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സാക്കി അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മൾ കലക്കി മാറ്റി വെച്ച ബാറ്ററില്ലേ അതിൽ നിന്ന് ഒരു തവി എടുത്തിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ചുട്ടെടുക്കാം. ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ, മുട്ടയൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഒരു സൈഡ് ആയി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. ഇനി 1-2 ടേബിൾ സ്പൂൺ അത് നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാത്ത വിധത്തിലുള്ള മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് കറക്റ്റ് സെൻറ്ററിലോട്ട് തന്നെ ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ഓപ്ഷനിലാണ്, പക്ഷേ അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ അതെന്തായാലും ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. മറുവശത്തൊന്നും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിക്കൻ റോളിനൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്നില്ല അതേപോലെ തന്നെ. ഇനി അപ്പുറത്തെ വശത്തൊന്നും ഇങ്ങോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈദൻ്റെ ബാറ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടി നിന്നോളൂ. ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ടയില്ലേ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേണം നമുക്ക് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് അങ്ങ് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒട്ടിക്കിട്ടും. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാൻ എടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇത് സ്നാക്സ് ആകുന്നതുകൊണ്ട് തന്നെ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഞാനൊന്ന് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഒന്നാവുന്ന സമയത്ത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ലഞ്ച് ബോക്സൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അതൊന്ന് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി പഴയതുപോലെ തന്നെ എല്ലാം ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ എല്ലാം ഞാൻ ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പക്ഷേ ടേസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് അത് സ്നാക്സ് ആയിട്ട് കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്നാക്സ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനിതൊന്ന് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങനെ ചെയ്യാം. അതിനായിട്ട് ഒരു മുട്ട കൂടെ ഞാൻ വീണ്ടും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ സ്നാക്സ്.
ഇനി ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അതിനാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു സ്നാക്സിൽ നിന്ന് നമ്മൾ ആ മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതേ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കണ്ട, അപ്പോൾ അതെല്ലാം കട്ട കെട്ടിയ പോലെ ആവും. അപ്പോൾ ഒന്നുകിൽ കഴുകി തുടച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ മറ്റേ കൈ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുക. എളുപ്പം എങ്ങനെയാണെന്ന് അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട്ലറ്റൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നില്ല അതേപോലെ തന്നെ. അപ്പോൾ എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും രണ്ടാമത്തത് ഞാനിപ്പോൾ എൻ്റെ പാന് വലുതായതുകൊണ്ട് രണ്ടും ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതേ സെയിം മെത്തേഡിൽ തന്നെ രണ്ടാമത്തതും ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതും വെച്ച് കൊടുക്കുക. ഇനി ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമ്മൾ കട്ട്ലറ്റ് എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ കട്ട്ലറ്റിൽ കുറച്ചുകൂടെ എണ്ണ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ ഷാലോ ഫ്രൈൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ, ഓൾറെഡി കുക്കായല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഭാഗം രണ്ട് ഭാഗം ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സൈഡിലാക്കി പിടിച്ചാൽ എക്സസ് ഓയിൽ അങ്ങോട്ട് പോകും കേട്ടോ. എന്നിട്ട് ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇനി രണ്ടാമത്തതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. സൈഡാക്കി പിടിക്കുക, എന്നിട്ട് ആ എക്സസ് ഓയിൽ അതിലേക്ക് അങ്ങ് മാറ്റാം. ഇനി എല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ബ്രെഡ് കോട്ടിംഗ് ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അതല്ല ലഞ്ചിലൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ കോട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മതി. എളുപ്പമല്ലേ ചെയ്തെടുക്കാൻ. നെക്സ്റ്റ് റെസിപ്പിയും വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഒരു 3 ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്സ് റെസിപ്പി കേട്ടോ, കണ്ടു നോക്കൂ. സ്നാക്സിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കളർ പെട്ടെന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കുന്നത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വേറൊരു ബൗളിലോട്ട് 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന ഏത് ബൗളിലാണോ അതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ്. ഇനി ഇത് ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന ആ രീതിക്ക് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും 4-5 വെളുത്തുള്ളിയുടെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ചധികം തന്നെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം നമ്മളിനി മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഓപ്ഷനിലാണേ, അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കണമെന്നില്ല. പക്ഷേ മുട്ട ചേർക്കുമ്പോഴാണ് ഈ സ്നാക്സിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നേരത്തെ ഉള്ളി എങ്ങനെയാണെന്നോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത് അതേ കണക്കനെ കൈ വെച്ച് നന്നായിട്ട് തന്നെ അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലാണ് ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഫ്ലേവർ പിടിക്കത്തുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ അതല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി സാധാരണ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളക് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നാലാണ് നമ്മൾ ഉള്ളിവടയൊക്കെ ചെയ്യുമ്പോൾ കൈവച്ചല്ലേ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാൻ, അതേ കണക്ക് തന്നെ വേണം ഇതിൻ്റെ മിക്സിങ് ചെയ്തെടുക്കാൻ. എന്നാലാണ് പൊടികളൊക്കെ എല്ലാത്തിനും ചേർന്ന് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഉള്ളിയുടെ കൂട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈവച്ച് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഉരുളക്കിഴങ്ങൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്, അതുവരെ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടാണ് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അരിപ്പക്കകത്തിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതേ കണക്ക് ഒട്ടും വെള്ളമില്ലാതെ കിട്ടണം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇത് കണക്കന്നെ ഇരിക്കണം കേട്ടോ. ഞാൻ മുഴുവൻ ഇതുപോലെ പിഴിഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ
ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനും വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ച ഉള്ളിയുടെ കൂട്ടില്ലേ, അതിലോട്ട് വേണം ഇനി നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാനേ. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ആ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ട് നേരത്തെ ഉള്ളി കുഴച്ചെടുത്തില്ലേ, അതേ കണക്ക് തന്നെ കൈ വെച്ചിട്ട് നല്ല പ്രസ്സാക്കിയിട്ട് കുഴച്ചെടുക്കുക. എന്നാലാണ് ഈ പൊടികളൊക്കെ ഈ ഉരുളക്കിഴങ്ങിൽ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൽ പിടിക്കത്തക്ക വിധത്തിൽ വേണം കൈ വെച്ച് കുഴച്ചെടുക്കാൻ. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അളവ് കറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എരിവും കറിവേപ്പിലയൊക്കെ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഉള്ളിയിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉള്ളി കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും ഉപ്പും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് പൊടികളൊക്കെ പിടിക്കത്തക്ക വിധത്തിൽ തന്നെ കൈവച്ചിട്ട് നമ്മൾ നേരത്തെ ഉള്ളി കുഴച്ചെടുത്തില്ലേ, അതേ കണക്കന്നെ വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ഉള്ളി വടക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കുന്നത്. ഇനി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നേരത്തെ കുഴച്ച് വെച്ച കൂട്ടില്ലേ, അത് ഒന്നുകൂടെ എണ്ണയിലേക്ക് ഇടുന്നതിന് മുൻപ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് നമ്മൾ സാധാരണ ഉള്ളിവടക്ക് ചെയ്യുന്നത് പോലെ തന്നെ സാധാരണ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണേ. അല്ലെങ്കിൽ ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണ കുടിക്കാൻ വഴിയുണ്ട് ലോ ഫ്ലെയിമിലാവുമ്പോൾ. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഓരോന്നോരോന്നായിട്ട് വിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് കൊടുക്കാതെ വിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ വഴിയുണ്ട്, മൈദ കൂട്ടിയതല്ലേ. അപ്പോൾ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഉള്ളു വേവാതെ മുകൾ ഭാഗം മാത്രം പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ട് ഉള്ളു പെട്ടെന്ന് വേവാത്ത ഒരു ടേസ്റ്റാണ് ഉണ്ടാകാൻ. അതുകൊണ്ട് പിന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരേ സൈഡിൽ തന്നെ വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല കളറിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു റെഡ് കളർ വന്നത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറല്ലേ ഇതിൽ ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ എരിവും ഉണ്ടാവില്ല. ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേ കണക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോ വട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നേ. ഇത് കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ളൊക്കെ നല്ല ജ്യൂസി എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈസി അല്ലേ ചെയ്തെടുക്കാൻ. പൊട്ടാറ്റോ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല കേട്ടോ, മുമ്പ് ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മുമ്പ് ചെയ്ത പോള റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലിങ്ക് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് തരാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.